ഹായ് എവ്രി വൺ, വെൽക്കം ടു മീനൂസ് മെന്യൂ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ഈ 2020 ലോക്ക്ഡൗൺ സീസത്തെ ഓണവും എത്തിക്കഴിഞ്ഞു. അപ്പം നമുക്കിന്ന് ഓണം സ്പെഷ്യൽ ഒരു അടിപൊളി എരിശ്ശേരി റെസിപ്പി ട്രൈ ചെയ്യാം. അപ്പോൾ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം സൈഡിലുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എരിശ്ശേരി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും അതെങ്ങനെയാണ് റെഡിയാക്കാൻ പോകുന്നതെന്നും നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മത്തങ്ങ, ഒരു വലിയ മത്തങ്ങയുടെ ഒരു കാൽഭാഗം അത് കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുപോലെ വൻപയർ, ഒരു 1/4 കപ്പ് വൻപയർ വേവിച്ച് എടുത്തിട്ടുള്ളതാണ്. അതുപോലെ ഒരു അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് കറിവേപ്പില, വറ്റൽമുളക്, മഞ്ഞൾപ്പൊടി, ജീരകം, കുറച്ച് തേങ്ങ ചിരകിയത്, അതുപോലെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇതിലോട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ഇനി ഇതെങ്ങനെയാണ് റെഡിയാക്കാൻ പോകുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മുടെ എരിശ്ശേരിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ ചിരകി വെച്ച അരമുറി തേങ്ങ ഞാൻ ഈ മിക്സിയുടെ ബൗളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഞാനിവിടെ ഒരു 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ എരിവനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ 3 പച്ചമുളക് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ജീരകം അതും നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ തേങ്ങയെല്ലാം നന്നായിട്ടൊന്ന് അരച്ച് കിട്ടാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് നല്ല മഷി പോലെ അരച്ചെടുക്കാം. നമ്മുടെ എരിശ്ശേരിയുടെ അരപ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ കഷ്ണങ്ങളെല്ലാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് നമുക്കിത് ഈ കുക്കറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ലേശം മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി കൊണ്ട് മൂടി ഏകദേശം ഒരു 2 വിസിലോളം മീഡിയം ഫ്ലെയിമിലൊന്ന് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം 2 വിസിൽ വന്നു കഴിഞ്ഞു. നമുക്ക് നമ്മുടെ കുക്കറൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മത്തങ്ങയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പം ഞാൻ ഏകദേശം ഒരു 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ മത്തങ്ങ വേവിക്കാൻ വെച്ചതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തായിരുന്നു. നിങ്ങൾക്ക് ഒന്നെങ്കിൽ അത് ഇങ്ങനെ വേവിക്കുന്നതിൻ്റെ കൂടെ ചേർക്കാം, അല്ലെങ്കിൽ നമ്മൾ അരപ്പ് അരച്ച് ചേർക്കുന്നതിൻ്റെ കൂടെ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ്. ഇനി ഈ ഉടച്ചെടുത്ത മത്തങ്ങ നമുക്ക് കുറച്ചുകൂടി ഒരു തുറന്ന ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു വലിയൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലോട്ട് നമ്മൾ ഉടച്ച് വെച്ച മത്തങ്ങ എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച വൻപയർ ചേർത്ത് കൊടുക്കാം. വൻപയർ ഞാൻ കുക്കറിൽ ഒരു 3 വിസിലോളം വെച്ച് വേവിച്ചെടുത്തതാണ്. അത് ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകണ്ട. ഇതൊരു 3 വിസിൽ വെച്ചാൽ നമുക്കൊരു കറക്റ്റ് പാകത്തിനത് വേവിച്ചെടുക്കാൻ പറ്റും. ഇതിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങയും പച്ചമുളകും ജീരകവും ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തതാണ്. ഇതും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ മത്തങ്ങയും വൻപയറും അരപ്പും എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് തൂകിക്കൊടുക്കാം. കറിവേപ്പില ഇതിലോട്ട് ചേർത്ത് അതൊന്നുകൂടി ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഒരു മൂടി കൊണ്ട് ഇത് മൂടി വെച്ച് 3 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്ന് മാറ്റി നോക്കാം. അപ്പം നമ്മുടെ എരിശ്ശേരി ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം മത്തങ്ങയും പയറും അരപ്പും എല്ലാം നന്നായിട്ട് യോജിച്ച് നല്ല നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇതിലേക്ക് താളിച്ചൊഴിക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്കൊരു പാൻ ഒന്ന് അടുപ്പത്ത് വെക്കാം. അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു 2 വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചത് ഇടാം. അതുപോലെ തന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും
നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയുള്ളി ചേർക്കുമ്പം ഒരു 3-4 അല്ലി ചേർത്താൽ മതിയായിരിക്കും. ഞാനിതിലോട്ട് കുറച്ച് ഏറെ ചെറിയുള്ളി ഒന്ന് ചേർക്കുകയാണ്, കാരണം എനിക്ക് അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട്. നിങ്ങൾ ചേർക്കുമ്പം ഒരു 2-3 അല്ലി ചെറിയുള്ളി ചേർത്താൽ മതിയായിരിക്കും. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലോട്ട് നമുക്കിനി 1 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ചിരകിയ തേങ്ങ ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഞാൻ അത് കുറച്ചുകൂടി നമുക്കൊരു ടേസ്റ്റ് കൂട്ടാനും ഫ്ലേവർ കൂട്ടാനൊക്കെ വേണ്ടി കുറച്ച് തേങ്ങ നമ്മൾ താളിക്കുന്നതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇത് ഏകദേശം ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച എരിശ്ശേരിയുടെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാം. അപ്പം ഇതിപ്പോൾ യോജിപ്പിച്ചെടുക്കുമ്പം ഞാൻ ഈ കറി ഒരു ലോ ഫ്ലെയിമിലിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എന്താ പറയുക, നമ്മുടെ അടിപൊളി എരിശ്ശേരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. എന്താ പറയുക, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇത് പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ മത്തങ്ങയും വൻപയറും ഒക്കെ യൂസ് ചെയ്തുണ്ടാക്കുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് ഓണത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഒരു ഡിഷാണ് ഈ എരിശ്ശേരി എന്ന് പറയുന്നത്. ഒരു എരിശ്ശേരി ഒന്നും ഇല്ലാതെ നമുക്കൊരു ഓണം ആലോചിക്കാനേ പറ്റത്തില്ല അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്രാവശ്യത്തെ ഓണത്തിന് നിങ്ങൾ ഈ മത്തങ്ങ എരിശ്ശേരി ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഫീഡ്ബാക്സും താഴെയുള്ള കമൻസിൽ എഴുതി എന്നെ അറിയിക്കുക. ഒപ്പം ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്നും ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഐ ഹോപ്പ് യു ഓൾ ലവ് ദിസ് വീഡിയോ. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് to my channel to see more delicious recipes from Meenu's menu.